അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫോണിൽ സംസാരിച്ചെന്ന വാർത്ത വരുന്നുണ്ട്. കാശ്മീർ വിഷയത്തിൽ അമേരിക്ക മാധ്യസ്ഥം വഹിക്കാം എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാഗ്ദാനം പ്രധാനമന്ത്രി തള്ളി എന്ന വാർത്ത വരുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണവും ഇറാൻ ഇസ്രയേൽ സംഘർഷവും ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ വിഷയീഭവിച്ചു എന്ന വാർത്ത കൂടി വരുമ്പോൾ പി ജെയിംസ് തത്സമയം ചേരുകയാണ്. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഓക്കെ, രാവിലെ വന്നതിന് പ്രത്യേക നന്ദി, വീണ്ടും വന്നതിന് പ്രത്യേക നന്ദി. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഏതാണ്ട് 35 മിനിറ്റ് ടെലിഫോൺ സംഭാഷണം നടന്നു. വളരെ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വലിയ വിവാദത്തിൽ നിന്ന വിഷയമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോൾ അമേരിക്കയാണത് പ്രശ്നം തീർത്തത് എന്നുള്ള രീതിയിൽ ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അത് ഇന്ത്യ തള്ളി. പക്ഷെ അതിൻ്റെ ഇടയിൽ മധ്യസ്ഥത വഹിച്ചുവെന്ന് മാത്രമല്ല, ഇനി ആ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പല വേദികളിൽ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ ഒരു നിലപാടനുസരിച്ച് ഈ സിംല കരാറ് അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും എന്ത് പ്രശ്നമുണ്ടായാലും അത് നേരിട്ടുള്ള ഇടപെടലിലൂടെ തീർക്കും, വേറെ ഒരു മൂന്നാമത് ഒരു പാർട്ടിയോ രാജ്യത്തെയോ ഉൾപ്പെടുത്തില്ല എന്ന റിട്ടേൺ കരാറുണ്ട്. അതുകൊണ്ട് ഇന്ത്യ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പലതവണ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇതിൽ ഇടപെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇത്തവണ ട്രംപുമായുള്ള സംസാരത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള വാഗ്ദാനം ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ആ മധ്യസ്ഥതാ ശ്രമം തള്ളിക്കളയുകയും ചെയ്തുവെന്നാണ് വാർത്ത വരുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ നയമാണ് പാകിസ്ഥാനുമായിട്ടുള്ള ഈ തർക്കത്തിലും സംഘർഷത്തിലും വേറൊരു രാജ്യത്തെയും മധ്യസ്ഥരായി ഇടപെടുത്തേണ്ടതില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അത് ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് സുഹൃത്താണെങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത വേണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. SK ഓർക്കുന്നുണ്ടാവും, ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ സമയത്ത് ഇന്ത്യ അതിശക്തമായ നിലപാട് അതിൽ സ്വീകരിച്ചിരുന്നു. പിന്നീട് ഇന്ത്യയുടെ ഡെലിഗേഷനുകൾ അമേരിക്കയിൽ പോയപ്പോൾ ഇന്ത്യയുടെ സംഘത്തിൻ്റെ തലവൻ ഡോക്ടർ ശശി തരൂരും ഇതേ നിലപാട് തന്നെ, ഇന്ത്യയുടെ നിലപാട് മധ്യസ്ഥത ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊള്ളാം എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും ആ തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രായേൽ ഇറാൻ പ്രശ്നം സംഘർഷം ചർച്ചാ വിഷയമായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇസ്രായേലുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയപ്പോൾ ഇസ്രായേലിൻ്റെ സഹായം ഇന്ത്യക്ക് ലഭിച്ചിരുന്നു, ഡ്രോണുകളായും അതുപോലെ തന്നെ തന്ത്രപരമായിട്ടുള്ള സാറ്റലൈറ്റ് ഇമേജസ് അടക്കമുള്ള കാര്യങ്ങളിൽ. അത് കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിനെ തള്ളാൻ പറ്റില്ല. ഇറാനുമായിട്ട് നമുക്ക് വലിയൊരു വ്യാപാര ബന്ധമുണ്ട്. ചബഹാർ പോർട്ട് നിർമ്മാണത്തിൽ ഇന്ത്യ വലിയ പങ്കാളിയാണ് എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ, പാകിസ്ഥാൻ പ്രശ്നം വന്നപ്പോഴും ഇറാൻ ഇന്ത്യയെ തള്ളി പറഞ്ഞിരുന്നില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് നമുക്ക് എണ്ണ, ഏറ്റവും കൂടുതൽ നമ്മൾ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. അതിൽ സൗദി അറേബ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട്, ഇറാഖിൽ നിന്നുണ്ട്, ഇറാനിൽ നിന്നുണ്ട്, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് റഷ്യയിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്. നമ്മുടെ പോർട്ട് ഇതിൽ നിന്നും വലിയ നിക്ഷേപം ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും ഒരുപോലെ ഇന്ത്യക്ക് വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സംഘർഷം അവസാനിപ്പിക്കണം, സമാധാനം കൊണ്ടുവരണം എന്നുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അമേരിക്കയുടെ നിലപാട് വ്യത്യസ്തമാണ്. ഇസ്രായേലിനോടൊപ്പമാണെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് മോദി ചർച്ച ചെയ്തുവെന്നാണ് അറിയുന്നത്. SK അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത്, ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നിട്ടുണ്ട്. അതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ മറ്റു പ്രസിഡന്റുമാരൊക്കെ സൈനിക തലവന്മാരെ കാണുന്നത് വളരെ കുറവാണ്. ഇന്ത്യയുമായി ഇത്രയും വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് അസിം മുനീറിനെ കാണുന്നത്. അത് സംബന്ധിച്ച് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ അസിം മുനീറിൻ്റെ മക്കളും ട്രംപിൻ്റെ മക്കളും ധാരണയുണ്ട് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ച കൂടിയാവുമ്പോൾ അതിലാരാണ് ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് ഇടപെട്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും വരുന്നുണ്ട്. SK ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിൽ അമേരിക്കയ്ക്കെതിരെ നിലപാടുമായിട്ട് റഷ്യയും ചൈനയും രംഗത്ത് വരുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട്. ഇത് കുറച്ച് അപകടകരമാണ് താനും, എന്നാൽ ഒരു സായുധ സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഉപകരിച്ചെന്നും വരും വിവരങ്ങൾ. SK ഇതൊരു പുതിയ ഡെവലപ്മെൻ്റ് ആയിട്ട് ഉയർന്നു വരുന്നതാണ്. കാരണം ഒരു ഏറ്റുമുട്ടലിൻ്റെ ആദ്യത്തെ 5 ദിവസങ്ങളിൽ
പൊതുവെ റഷ്യയും ചൈനയും മൗനം പാലിക്കുകയായിരുന്നു. പക്ഷേ അവർ മൗനം ഭേദിച്ച് രംഗത്ത് വരുന്നു. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനം തീരാൻ ഒരു ദിവസം മുമ്പേ തിരക്കിട്ട് മടങ്ങുകയും സിറ്റുവേഷൻ റൂമിൽ അടിയന്തരമായി നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ചേരുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ആ തരത്തിലുള്ളൊരു സംസാരമുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താ പറയുക, റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ കൂടി വന്നതോടെ ഒരുപക്ഷെ ഇതൊരു വലിയ വൈഡർ ആസ്പെക്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിൽക്കുകയാണെന്നും അതുപോലെ തന്നെ ആയത്തുള്ള ഖൊമേനി ഖമനായി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തങ്ങൾക്കറിയാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതോടെ വേണ്ടി വന്നാൽ എന്തും ചെയ്യും എന്നുള്ളത്, അതോടെയാണ് റഷ്യയും ചൈനയും മുണ്ടുമുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ചൈന പറഞ്ഞത് ആശങ്കകരമാണ്, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. റഷ്യ ആണെങ്കിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണം അനധികൃതമാണ്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. അതിനിടയിൽ ഇരുപക്ഷവും മിസൈൽ വർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ടെല്ലവീവിൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് നിരവധി തവണ ആക്രമണങ്ങൾ നടത്തി, ഹൈഫയിൽ ആക്രമണം നടത്തി, ജെറൂസലമിൽ തീ ആളുന്നതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആക്രമണം ടെഹ്റാനെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും. എണ്ണപ്പാടങ്ങൾ കത്തുന്നുണ്ട്. സൈനിക മേധാവികൾ ഏതാണ്ടൊക്കെ തീർന്നു കഴിഞ്ഞു. ആണവ ശാസ്ത്രജ്ഞർ പലരും കൊല്ലപ്പെട്ടു. അതിനിടയിലാണ് SKN ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ എത്തുന്നു മിഡിൽ ഈസ്റ്റിൽ. അതുപോലെ നിമിറ്റ്സ് എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ നൽകുമോ ഇല്ലേ എന്നാണ്. ഇപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. 200 അടി വരെ തുരന്നു പോകുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. അത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള വലിയ വാദം നടക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്ത, SKN പ്രധാനപ്പെട്ട അമേരിക്കൻ ചാനലുകളുടെ സർവേ വരുന്നുണ്ട്. അതിൽ അമേരിക്ക ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനെതിരെ ഭൂരിപക്ഷം അമേരിക്കക്കാരും സർവേയിൽ അത് തള്ളി പറഞ്ഞിരിക്കുന്നു. ഭൂരിപക്ഷം അമേരിക്കക്കാരെന്ന് മാത്രമല്ല, ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നടത്തിയ ഇതിൽ 60 മുതൽ 80% വരെ അവിടുത്തെ പാർട്ടിയുടെ അണികൾ ഇതിന് അതിശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ്. ഡിപ്ലോമസി മതി, നയതന്ത്രം മതി. ഇവിടെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും പോയി ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികർ പല വർഷങ്ങളായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നേരിട്ട് അമേരിക്ക ഇടപെടേണ്ട. അപ്പം ട്രംപിൻ്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി അമേരിക്കയിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ള വാർത്തകളുമുണ്ട്. SKN. ഓക്കെ, താങ്ക് യു BB ജെയിംസ്. ഇനി കാരണം ഈ യുദ്ധം മുറുകയാണ്, കൂടുതലും BB ജെയിംസ് അടുത്ത ബുള്ളറ്റിനുകളിലൊക്കെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകും.